ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ദളിത് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടിൽ കെട്ടിത്തൂക്കിയ നിലയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. അയൽവാസികളായ 4 പേരെ പ്രതി ചേർത്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് എഫ്ഐആർ. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, ഇത് സംഭവം ഉണ്ടായത് എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെ? കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവങ്ങളെല്ലാം ഉത്തർപ്രദേശിലെ ബലിയ ജില്ലയിൽ സംഭവിക്കുന്നത്. പ്രതികളായിട്ടുള്ള 4 പേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നു. കാരണം പല സംശയങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാകുന്നത്. ബന്ധുക്കളായിരുന്നു ആദ്യം ഈ കാര്യങ്ങൾ, ഈ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്, അങ്ങനെ കൊലപാതകം നടന്നു എന്നുള്ള കാര്യം ആരോപിച്ചതും തുടർന്ന് അയൽവാസികളായിട്ടുള്ള 4 പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 4 പേരിൽ ഒരാൾ ഈ 1 വർഷക്കാലം മുൻപ് മറ്റൊരു പീഡന കേസിൽ പ്രതിയായിരുന്നു. അത് പീഡന കേസ് നൽകിയത്, ആ പരാതി നൽകിയത് ഇപ്പോൾ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഒരു ബന്ധു കൂടിയാണ്. ആ കേസിൽ ദൃക്സാക്ഷി കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ആ കേസിൽ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള മൊഴി നൽകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ട് നിരവധി തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രതി പെൺകുട്ടി എന്നുള്ള കാര്യം കൂടി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ആ പ്രതി കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ കൊലപാതകം കൂടി നടക്കുന്നതും അതിലൂടെ ഈ പ്രതിക്കെതിരെ കൂടുതൽ സംശയമുനകൾ നീണ്ടിരിക്കുന്നതും. ആ കേസിലെ പ്രതിയും അതുപോലെ അയാളുടെ സുഹൃത്തുക്കളും ഒരു ബന്ധുവും ചേർന്നാണ് ഈ 4 പേർ. ആ 4 പേർ ചേർന്ന് പെൺകുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം. അത് തന്നെയാണ് പോലീസ് എഫ്ഐആറിൽ ചേർത്തിട്ടുമുള്ളത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ തൂങ്ങി മരണമാണ് എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ, കൂടുതൽ അന്വേഷണം കൂടി വേണമെന്നുള്ളത് നിലവിൽ പോലീസ് പറയുന്നത്. ഒപ്പം ഈ പെൺകുട്ടി മരിച്ചു എന്നുള്ള കാര്യം വീട്ടിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്നുള്ള വിവരം പ്രതികളിൽ ഒരാളാണ് പോലീസിനെ വിളിച്ച് അറിയിച്ചതും. അതുകൂടിയാണ് പ്രതികളിലേക്ക് കൂടുതൽ സംശയമുനകൾ നീടാനുള്ള കാര്യം കൂടി എന്നുള്ളത് ഇപ്പോൾ വലിയ പോലീസ് നല്ല രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്.